അമേരിക്കയിലെ ഡേറ്റിംഗ് ഗെയിം എന്ന ടെലിവിഷൻ ഷോയിൽ വളരെ സുന്ദരനും സുമുഖനുമായ ഒരു യുവാവ് പ്രത്യക്ഷപ്പെടുന്നു. അയാൾ ആ പരിപാടിയുടെ വിജയിയായി മാറുന്നു. പക്ഷേ മറ്റാർക്കും അറിയാത്ത ഒരു മുഖം കൂടെ ഉണ്ടായിരുന്നു അയാൾക്ക്. ഏറെക്കുറെ 130ഓളം വരുന്ന സ്ത്രീകളെയാണ് അതിക്രൂരമായ നിലയിൽ അയാൾ കൊല ചെയ്തതായി കണക്കാക്കപ്പെടുന്നത്. അതെ, അമേരിക്ക കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ സീരിയൽ കില്ലർമാരിൽ ഒരാളായ കില്ലിംഗ് മെഷീൻ എന്ന് പലരും വിശേഷിപ്പിച്ച ഡേറ്റിംഗ് ഗെയിം കില്ലറുടെ അഥവാ റോഡ്നി ആൽക്കലയുടെ യഥാർത്ഥ കഥയിലേക്കാണ് ഇന്ന് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. വർഷം 1968. ലോസ് ആഞ്ചലസിൻ്റെ തെരുവോരങ്ങളിലൂടെ തൻ്റെ ക്ലാസ്സിനെയും ലക്ഷ്യമാക്കിക്കൊണ്ട് 8 വയസ്സുകാരിയായ ടാലി ഷാപ്പിറോ എന്ന പെൺകുട്ടി നടന്നു നീങ്ങുകയാണ്. പെട്ടെന്ന് വെച്ചുകൊണ്ട് അവളുടെ തൊട്ടടുത്തായിട്ട് ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. ആ കാറിലുണ്ടായിരുന്ന യുവാവ് കാറിലേക്ക് കയറാൻ വേണ്ടി അവളോട് ആവശ്യപ്പെടുന്നുണ്ട്. അവളുടെ അച്ഛനെയും അമ്മയും ഒക്കെ തനിക്ക് പരിചയമുണ്ട് എന്ന് പറയുന്നുണ്ട്. ആദ്യമൊന്നും അടിച്ചുവെങ്കിലും ആ പെൺകുട്ടി പതിയെ ആ യുവാവിനൊപ്പം ആ കാറിൽ കയറുകയാണ്. ആ കാർ പതിയെ പതിയെ അവിടെ നിന്നും സഞ്ചരിക്കാൻ ആരംഭിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ മൂന്നാമതൊരാൾ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിലൊക്കെ തന്നെയും എന്തൊക്കെയോ ചില പന്തികേടുകൾ തോന്നിയ അയാൾ ആ ബീച്ച് കളർ കാറിനെ പിന്തുടർന്നു പോവുകയാണ്. ഏറ്റവും ഒടുവിൽ അയാൾ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ കാറിലുണ്ടായിരുന്ന ആ യുവാവും ആ പെൺകുട്ടിയും ഉണ്ടായിരുന്നത് ആ യുവാവിൻ്റെ വീട്ടിലായിരുന്നു. വീട്ടിൻ്റെ കതകിൽ പോലീസുകാർ നേരെ ചെന്ന് തട്ടുന്നുണ്ട്. കതക് തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ അകത്ത് നിന്നും ആ യുവാവ് പ്രതികരിക്കുന്നുണ്ട്. ഞാൻ കുളിക്കുകയാണ്, ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് അയാൾക്ക് പറയാനുണ്ടായിരുന്നത്. പോലീസുകാർ ഒരു 10 സെക്കൻഡ് സമയം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെയും അയാളെ വിളിക്കുന്നുണ്ട്. പക്ഷെ അകത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും പോലീസുകാർക്ക് കേൾക്കാൻ സാധിച്ചില്ല. അതോടുകൂടിയിട്ട് പോലീസുകാർ ആ വീടിൻ്റെ കതക് തകർത്ത് ആ വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ വീടിൻ്റെ കിച്ചണിലേക്ക് ചെന്ന പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു പോവുകയാണ്. ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആ 8 വയസ്സുകാരിയെയാണ് പോലീസുകാർക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിക്രൂരമായ നിലയിൽ തന്നെ അവളെ അടിച്ചു പരിക്കേൽപ്പിച്ച് ചോര വാർന്ന് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ആ 8 വയസ്സുകാരി ഉണ്ടായിരുന്നത്. പോലീസുകാർ ആദ്യം കരുതിയത് ആ കുട്ടി മരണപ്പെട്ടു എന്നായിരുന്നു. എന്നാൽ പിന്നെയാണ് അവൾ പതിയെ ശ്വാസം എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് പോലീസുകാർ കണ്ടെത്തുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ പോലീസുകാർ ആ 8 വയസ്സുകാരിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ആ യുവാവിന് വേണ്ടി ആ വീട്ടിൽ പൂർണ്ണമായും പോലീസുകാർ തിരച്ചിൽ നടത്തുകയാണ്. ആ വീട്ടിൽ നിന്നായിട്ട് വ്യത്യസ്ത ഫോട്ടോഗ്രാഫിക് എക്യുപ്മെൻറ്റ്സും മറ്റൊക്കെ പോലീസിന് കണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയാളുടെ ഒരു ID കാർഡ് കൂടെ പോലീസുകാർക്ക് ലഭിക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്ന പേര് റോഡ്നി ആൽക്കല എന്നായിരുന്നു. 1943 ഒരു മെക്സിക്കൻ അമേരിക്കൻ ഫാമിലിയിലാണ് റോഡ്നി ആൽക്കല ജനിക്കുന്നത്. അയാൾക്ക് ഏറെക്കുറെ 8 വയസ്സ് പ്രായമാകുമ്പോൾ അച്ഛൻ അവരെ കൂട്ടിയിട്ട് ആ മുഴുവൻ ഫാമിലിയും കൂട്ടിയിട്ട് നേരെ മെക്സിക്കോയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ ഏതാനും നാളുകൾക്ക് ശേഷം അച്ഛൻ ആ കുടുംബത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു പോവുകയാണ്. പിന്നീട് ഏറെക്കുറെ 11 വയസ്സാകുമ്പോഴാണ് അമ്മ റോഡ്നിയെയും സഹോദരങ്ങളെയും കൂട്ടി നേരെ ലോസ് ആഞ്ചലസിലേക്ക് അമേരിക്കയിലേക്ക് തിരികെ എത്തുന്നത്. ചെറിയ പ്രായത്തിലൊക്കെ തന്നെയും അക്കാദമിക്കലി വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്ന വലിയ തോതിൽ തന്നെ അധ്യാപകരുടെയും മറ്റുമൊക്കെ പ്രശംസകൾക്ക് വിധേയമായിരുന്ന ഒരു കുട്ടിയായിരുന്നു റോഡ്നി ആൽക്കലെ. വളർന്നു കഴിഞ്ഞ് പിന്നീട് 1961 എത്തുമ്പോൾ തൻ്റെ 17ാമത്തെ വയസ്സിൽ റോഡ്നി US ആർമിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ക്ലർക്കും മറ്റുമൊക്കെ ആയിട്ട് സേവനം അനുഷ്ഠിക്കാൻ ആരംഭിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ അവൻ്റെ പെരുമാറ്റങ്ങളും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ വളരെ മോശം രീതിയിലുള്ള പല പെരുമാറ്റങ്ങളും തന്നെയായിരുന്നു US ആർമിയിൽ അവനുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവനിൽ നിന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സീനിയർ ഓഫീസേഴ്സ് പറയുന്ന കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് വകവെക്കാതെ വ്യത്യസ്ത പ്രശ്നങ്ങളൊക്കെ തന്നെയും സൃഷ്ടിച്ച് ചില സ്ത്രീകളോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറ്റങ്ങളൊക്കെ നടത്തിക്കൊണ്ടായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ അവൻ കടന്നുപോയിരുന്നത്. അതിൻ്റെ പക്ക ഭാഗമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള അച്ചടക്ക നടപടികൾക്കൊക്കെ തന്നെയും റോഡ്നി ഈ കാലഘട്ടങ്ങളിൽ വിധേയമാകുന്നുണ്ട്. ഇതിനെല്ലാം ശേഷം 1964 റോഡ്നിക്ക് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് മിലിറ്ററി സൈക്കാട്രിസ്റ്റ് ഡയഗ്നോസ് ചെയ്യുകയാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വ്യത്യസ്ത ചികിത്സകൾ മറ്റൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ അവൻ ആർമിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നീടുള്ള കാലത്ത് വ്യത്യസ്ത തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും മറ്റുമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ഘട്ടത്തിന് ശേഷം പിന്നീട് അവൻ ഫൈൻ ആർട്ടിൽ ഗ്രാജുവേഷൻ എടുക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ പിന്നെയും അവൻ്റെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് 1968 വളരെ ക്രൂരമായ പ്രവൃത്തിയിലേക്ക് റോഡ്നി ആൽക്കല എത്തിച്ചേരുന്നത്.
അവനെ പിടികൂടാൻ വേണ്ടി ശക്തമായ നിലയിലുള്ള അന്വേഷണങ്ങളിലേക്ക് ലോസ് ആഞ്ചലസ് പോലീസ് നീങ്ങുന്നുണ്ട്. അവൻ്റെ ക്ലാസ് ടീച്ചേഴ്സിനോട് അവൻ്റെ പ്രൊഫസേഴ്സിനോടും മറ്റുമൊക്കെ ചോദിക്കുന്ന അവസരത്തിൽ ഒരു കാരണവശാലും അവൻ ഇങ്ങനെ ചെയ്യില്ല, അവൻ അങ്ങനെയുള്ള ഒരാളല്ല, അവനായിരിക്കില്ല ഇത് ചെയ്തത്, അവൻ വളരെയധികം നല്ലൊരു വ്യക്തിയാണെന്ന് തുടങ്ങിയിട്ടുള്ള മറുപടികളൊക്കെ തന്നെയായിരുന്നു അവൻ്റെ പ്രൊഫസേഴ്സിൽ നിന്ന് പോലീസുകാർക്ക് കേൾക്കാനായി സാധിച്ചത്. എന്തൊക്കെ തന്നെയായാലും പോലീസുകാർ ശക്തമായി റോഡ്നിയെ പിടികൂടാൻ വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് പിടികൂടാൻ സാധിക്കാതെ വരികയാണ്. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ FBI മോസ്റ്റ് വാണ്ടഡ് 10 ക്രിമിനൽസിൻ്റെ ലിസ്റ്റിലേക്ക് പോലും റോഡ്നി ആൽക്കൽ എന്ന 25 വയസ്സുകാരൻ ഈ ഒരു കാലഘട്ടത്തിൽ എത്തിച്ചേരുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ലോസ് ആഞ്ചലസിൽ നിന്നും റോഡ്നി നേരെ ചെന്നെത്തിയത് ന്യൂയോർക്കിലേക്കായിരുന്നു. മാത്രമല്ല ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ അവൻ പഠനം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെയും വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈ കാലഘട്ടങ്ങളിൽ റോഡ്നിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അവൻ കാരണമായി വ്യത്യസ്ത പ്രശ്നങ്ങളിലൂടെ മറ്റു പലരും കടന്നു പോകേണ്ട സാഹചര്യം കൂടെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ വർഷം 1971 മാൻഹട്ടനിലെ തൻ്റെ പുതിയ ഫ്ലാറ്റിലേക്ക്, തൻ്റെ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറി വരികയാണ് കൊർണീലിയ ക്രില്ലി എന്ന് പറയുന്ന 23 വയസ്സുകാരിയായിട്ടുള്ള ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്. ആ വീട്ടിലേക്ക്, തൻ്റെ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി സഹായത്തിന് റോഡ്നിയെ കൂടെ അവർ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. സമയം ഒരുപാട് കടന്നു പോകുന്നു. രാത്രി വർക്കുകളും മറ്റുമൊക്കെ കഴിഞ്ഞ് അവരുടെ ബോയ് ഫ്രണ്ട് ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചെത്തി വാതിൽ മുട്ടുന്ന അവസരത്തിൽ ഒരാളും വാതിൽ തുറന്നു നൽകുന്നില്ല. നിരന്തരമായിട്ട് അയാൾ കൊർണേലിയയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള റെസ്പോൺസുമില്ല. ഇങ്ങനെയൊക്കെ വന്ന അവസരത്തിൽ അയാൾ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽ അവർ തകർത്ത് അകത്തേക്ക് കയറുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ പോലീസുകാർക്ക് അവിടെ കാണാൻ സാധിച്ചത് പൂർണ്ണ നഗ്നയായി നിലത്ത് മരിച്ചു കിടക്കുന്ന കൊർണേലിയയായിരുന്നു. അവരുടെ കൈകൾ ബന്ധിപ്പിക്കപ്പെട്ട നിലയിലായിരുന്നു. അവരുടെ വായിൽ തുണി തിരുകിയ അവസ്ഥയിലായിരുന്നു. വളരെ ക്രൂരമായ നിലയിൽ തന്നെ അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് പോലീസുകാർക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. മാത്രമല്ല കൊലയാളി കടിച്ച വ്യത്യസ്ത പാടുകൾ അവരുടെ ശരീരത്തിലും പോലീസുകാർക്ക് കാണാൻ സാധിച്ചു. എന്തൊക്കെ തന്നെയായാലും കൊലയാളിയെ പിടികൂടാൻ വേണ്ടി ശക്തമായ നിലയിലുള്ള അന്വേഷണങ്ങൾ പോലീസുകാർ നടത്തുകയാണ്. പക്ഷേ ഇന്നത്തെ അത്ര പോലെ ഒന്നും ഫോറൻസിക് വിഭാഗം അന്ന് വളർച്ച പ്രാപിച്ചിട്ടില്ല. ഇത്തരത്തിൽ വളരെയധികം അഡ്വാൻസ്ഡ് ഒന്നും ആയിട്ടില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായി പ്രതി ആരാണ് എന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് പോലീസുകാർ പതിയെ എത്തിച്ചേരുകയാണ്. ഇതേ ഒരു അവസരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ പുറത്ത് റോഡ്നി ആൽക്കൽ കറങ്ങി നടക്കുകയായിരുന്നു. അയാൾ തൻ്റെ പഠനവും മറ്റുമൊക്കെ തീർത്ത് 1971 തന്നെ ഒരു ആർട്സ് ആൻഡ് ഡ്രാമ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുള്ള പെൺകുട്ടികളുടെ കൗൺസിലിംഗ് ജോബിലേക്കും മറ്റുമൊക്കെ എത്തിച്ചേരുന്നുണ്ട്. ഏതാനും പെൺകുട്ടികളൊക്കെ നിരന്തരമായിട്ട് അയാൾ ട്രെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ തീർത്തും അവിചാരിതമായിട്ട് അദ്ദേഹത്തിൻ്റെ 2 സ്റ്റുഡൻസ് ആയിട്ടുള്ള പെൺകുട്ടികൾ പോസ്റ്റ് ഓഫീസിൽ പോകുന്ന അവസരത്തിൽ അവിടെ ഭിത്തിയിൽ തൂക്കിയിട്ടുള്ള FBI മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങൾ അവിടെ കാണാൻ സാധിക്കുകയാണ്. ഈ കാലങ്ങളിലൊക്കെ തന്നെയും ന്യൂയോർക്കിൽ ജീവിച്ചിരുന്ന കാലങ്ങളിലൊക്കെ തന്നെയും റോഡ്നി ആൽക്കൽ ജോൺ ബർഗർ എന്നൊരു ഫേക്ക് നെയിമിലാണ് അവിടെയൊക്കെ തന്നെയും എല്ലാവരോടും തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ആ പോസ്റ്ററിലെ ഫോട്ടോ കണ്ട് ഇത് തങ്ങളുടെ അധ്യാപകനാണ്, ഇത് ജോൺ ബർഗർ ആണ് എന്ന് ആ 2 പെൺകുട്ടികളും തിരിച്ചറിയുകയും എത്രയും പെട്ടെന്ന് തന്നെ അവർ അധികൃതരെ ഈ കാര്യം അറിയിക്കുകയും ചെയ്യുകയാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ തീർത്തും അപ്രതീക്ഷിതമായി അവിചാരിതമായി റോഡ്നി ആൽക്കൽ പോലീസിൻ്റെ പിടിയിലകപ്പെടുകയാണ്. എന്നാൽ അപ്പോഴേക്ക് റോഡ്നിയുടെ ക്രൂരകൃത്യത്തിനിരയായി ജീവനോടുകൂടെ രക്ഷപ്പെട്ട ടാലി ഷാപ്പിറോ എന്ന് പറയുന്ന ആ പെൺകുട്ടിയും കുടുംബവും ആ പ്രദേശത്ത് നിന്ന് നാട് വിട്ടു പോയിരുന്നു. മറ്റൊരു രാജ്യത്തേക്ക് പോലും അവർ മൂവ് ആയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പിന്നീട് അങ്ങോട്ട് ഈ കേസിൻ്റെ ഭാഗമായിട്ട് മൊഴി നൽകാനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വരാനോ ഒന്നും തന്നെ അവർ തയ്യാറായിരുന്നില്ല. അതായത് മെയിൻ സസ്പെക്റ്റ് തന്നെ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ തയ്യാറാവാതെ ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും അത് വിട്ടിട്ട് അവർ നേരെ മൂവ് ഓൺ ചെയ്തൊരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ശക്തമായ നിലയിലുള്ള ശിക്ഷകൾ റോഡ്നി ആൽക്കലക്ക് നൽകാൻ കോടതിക്ക് കഴിയാതെ വരികയാണ്. അപ്പോൾ ഈ കുട്ടികളോട് മോശമായിട്ട് പെരുമാറി എന്നൊരു കാര്യം കൊണ്ട് തന്നെ 3 വർഷത്തെ ശിക്ഷ റോഡ്നി ആൽക്കലക്ക് കോടതി വിധിക്കുകയാണ്. അങ്ങനെ 3 വർഷം കടന്നു പോകുന്നു. റോഡ്നി പിന്നെയും സ്വതന്ത്രനാകുന്നു. അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം പിന്നെയും ഇതേ ഒരു പ്രവൃത്തികൾ തന്നെ അയാൾ ആവർത്തിക്കുകയാണ്. തൻ്റെ കാറിൽ ചെന്നുകൊണ്ട് ഇതുപോലെ തന്നെ മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അയാൾ നടത്തുകയാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പിന്നെയും റോഡ്നി ആൽക്കൽ പിടിക്കപ്പെടുകയാണ്. പിന്നെയും 2 വർഷക്കാലത്തോളം അയാൾ ജയിലിൽ അകപ്പെടുകയാണ്. എല്ലാം കഴിഞ്ഞ് പിന്നെയും അയാൾ പുറത്തിറങ്ങുന്നുണ്ട്. 1977 അയാൾ സ്വതന്ത്രനാകുന്നത്.
എന്നാൽ ഇതുകൊണ്ടും അവസാനിപ്പിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. പിന്നെയും വ്യത്യസ്ത കുറ്റകൃത്യങ്ങളിലേക്കായിട്ട് അയാൾ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ വർഷം 1977 ആകുമ്പോൾ എലൻ ഹോവർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതിയുമായിട്ട് അവരുടെ കുടുംബം എത്തിച്ചേരുകയാണ്. അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പ്രശസ്തരായിട്ടുള്ളൊരു ബിസിനസ് ഫാമിലിയാണ് എന്നൊരു കാര്യം കൊണ്ട് തന്നെ പത്രമാധ്യമങ്ങളുടെ ഒക്കെ തന്നെയും വലിയ ശ്രദ്ധ ഈ ഒരു വിഷയത്തിലേക്ക് തിരികുകയാണ്. പോലീസുകാർ ശക്തമായ നിലയിൽ തന്നെ ആ പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തുകയാണ്. പോലീസുകാർക്ക് ആകെക്കൂടെ അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, അവരുടെ മുറിയിൽ നിന്ന് ലഭിച്ച ഒരേ ഒരു തെളിവ് അവർ കലണ്ടറിൽ ഒരാളെ കാണാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ആ പേര് ജോൺ ബർഗർ എന്നായിരുന്നു. അതെ, ജോൺ ബർഗർ എന്ന പേരിൽ, വ്യാജ പേരിൽ അറിയപ്പെട്ടിരുന്ന, വ്യത്യസ്ത കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്തിരുന്ന റോഡ്നി ആൽക്കലയെ പോലീസുകാർ പിടികൂടുകയാണ്. കൃത്യമായ നിലയിൽ തന്നെയുള്ള ചോദ്യം ചെയ്യലുകളും മറ്റുമൊക്കെ അയാളിൽ പോലീസുകാർ നടത്തുകയാണ്. ഈ ഒരു അവസരത്തിൽ എലൻ ഹോവറിനെ തനിക്ക് പരിചയമുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചും മറ്റുമൊക്കെ കൃത്യമായ നിലയിൽ തന്നെ റോഡ്നി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാത്തത് കാരണമായിട്ട് അവരുടെ മൃതദേഹം പോലും കണ്ടെടുക്കാൻ പോലീസിന് കഴിയാത്തൊരു കാരണം കൊണ്ട് തന്നെ റോഡ്നി ആൽക്കലയെ സ്വതന്ത്രമാക്കി വിടാൻ പോലീസുകാർ നിർബന്ധിതരാവുകയാണ്. പുറത്തിറങ്ങിയ റോഡ്നി പിന്നെയും വ്യത്യസ്ത പ്രവർത്തികളിൽ മുഴുകുന്നുണ്ട്. അയാൾ പതിയെ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ പ്രശസ്തനാകാൻ ആരംഭിക്കുകയാണ്. ഒരുപാടധികം ആളുകളുടെ ഫോട്ടോകളും മറ്റുമൊക്കെ നിരന്തരമായിട്ട് അയാൾ എടുത്തു നൽകുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ 1978 ദ ഡേറ്റിംഗ് ഗെയിം എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു ടെലിവിഷൻ ഷോയിലേക്ക് പ്രശസ്തനായിട്ടുള്ള ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫർ എന്നൊരു ലേബലിൽ തന്നെ അയാൾ എത്തിച്ചേരുന്നുണ്ട്. ആ പരിപാടിയിൽ മികച്ച രീതിയിലുള്ള പ്രകടനം ഈ പറഞ്ഞ സുന്ദരനും സുമുഖനും ഒക്കെ ആയിട്ടുള്ള റോഡ്നി ആൽക്കല കാഴ്ചവെക്കുന്നുണ്ട്. അതിൽ വിജയിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതിലുണ്ടായിരുന്ന ഒരു സ്ത്രീയോട് ഡേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം മറ്റുമൊക്കെ അയാൾക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ആ പെൺകുട്ടി വളരെയേറെ ക്രീപ്പി ആയിട്ടാണ് റോഡ്നി തന്നോട് പെരുമാറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡേറ്റിൽ നിന്നും പിന്മാറുകയാണ്. അവരുടെ ഭാഗ്യം കൊണ്ട് റോഡ്നിയുടെ അടുത്ത് നിന്ന് അവർ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശദീകരിക്കാം. ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ 1978 കാണാതായി ഒരു വർഷത്തിന് ശേഷം എലൻ ഹോവറിൻ്റെ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ, അവരുടെ എല്ലുകളും മറ്റുമൊക്കെ റോക്കഫെല്ലർ എസ്റ്റേറ്റിൻ്റെ സമീപത്തുള്ള ചില കല്ലുകളുടെ കൂട്ടങ്ങൾക്ക് താഴ്ഭാഗത്തു നിന്നായിട്ട് കണ്ടെടുക്കുന്നുണ്ട്. അവരുടെ ഡെൻ്റൽ റെക്കോർഡ്സും മറ്റുമൊക്കെ വെച്ച് നടത്തിയിട്ടുള്ള പരിശോധനകളിൽ നിന്ന് തന്നെയാണ് അത് എലൻ ഹോവറിൻ്റെ എല്ലുകൾ തന്നെയാണ്, മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് പോലീസിന് നിജപ്പെടുത്താൻ സാധിക്കുന്നത്. മാത്രമല്ല ഓട്ടോപ്സി റിപ്പോർട്ടും മറ്റുമൊക്കെ പുറത്തു വരുമ്പോൾ അവരെയും ആരോ ക്രൂരമായ നിലയിൽ തന്നെ കൊലപ്പെടുത്തിയതാണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് കൂടെ പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും കൃത്യമായി ആരാണ് എലൻ ഹോവറിനെ കൊന്നത് എന്ന കാര്യത്തെക്കുറിച്ച് പോലീസുകാർക്ക് അപ്പോഴും കണ്ടെത്താൻ സാധിക്കാതെ പോവുകയാണ്. ഒരു വർഷം പിന്നെയും കടന്നു പോകുന്നു. റോഡ്നി ആൽക്കല എന്ന ആ വ്യക്തി അമേരിക്കയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലായി പിന്നെയും വ്യത്യസ്ത തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ 1979 സ്പ്രിംഗ് സീസണിൽ കാലിഫോർണിയയിലെ ബീച്ചിൽ തൻ്റെ സുഹൃത്തിനോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന് തൻ ക്ലാസ്സിലേക്ക് പോവുകയാണ് എന്ന് അവനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയ റോബിൻ സാംസോ എന്ന് പറയുന്ന 12 വയസ്സുകാരിയെ കാണാതാവുകയാണ്. പോലീസുകാർ അവളെ കണ്ടെത്താൻ വേണ്ടി ശക്തമായ നിലയിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ പോലീസുകാരോട് അവരുടെ സുഹൃത്ത് ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഒരു യുവാവ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ തന്നെയും അയാൾ എടുത്തു നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കാര്യം കേട്ടതോട് കൂടിയിട്ട് ആ ഫോട്ടോഗ്രാഫറുടെ ഒരു രേഖാചിത്രം, ഒരു സ്കെച്ച് പോലീസുകാർ അവൻ പറഞ്ഞ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ തയ്യാറാക്കി നൽകുകയാണ്. മാത്രമല്ല ആ 12 വയസ്സുകാരിയെ ജീവനോടുകൂടെ തന്നെ കണ്ടെടുക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ നിലയിലുള്ള തിരച്ചിലിലേക്ക് കൂടെ പോലീസുകാർ കടക്കുകയാണ്. എന്നാൽ ഏറെക്കുറെ 12 ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ കാണാതായ സ്ഥലത്തു നിന്നും ഏറെക്കുറെ 40 മൈൽ മാറി വളരെയധികം റിമോട്ടായ ഒരു ലൊക്കേഷനിൽ ജീർണിച്ച നിലയിൽ ആ 12 വയസ്സുകാരിയുടെ മൃതദേഹം പോലീസുകാർക്ക് കണ്ടെടുക്കാൻ സാധിക്കുകയാണ്. മാത്രമല്ല ഇതിനോടകം തന്നെ ആ വ്യക്തിയുടെ ഫോട്ടോഗ്രാഫറുടെ സ്കെച്ചുകളും മറ്റുമൊക്കെ പോലീസുകാർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് പോലീസുകാർ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആരംഭിക്കുകയാണ്. ഇതിനിടയിൽ തീർത്തും അവിചാരിതമായി റോഡ്നി ആൽക്കലയുടെ പരോൾ ഓഫീസർ ആ ഒരു സ്കെച്ച് കാണുകയാണ്. അത് റോഡ്നി ആൽക്കല തന്നെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് അയാൾ സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ 1979 ജൂലൈ 24 റോഡ്നി ആൽക്കല വീണ്ടും പിടിക്കപ്പെടുന്നു. റോഡ്നി ആൽക്കലയുടെ രഹസ്യ സ്റ്റോറേജ് പോലീസുകാർ കണ്ടെത്തി അവിടെ വിശദമായ നിലയിൽ തന്നെ അവർ പരിശോധനകൾ നടത്തുകയാണ്.
അവരവസരത്തിൽ അവർക്ക് അവിടെ നിന്നും 1000-ഓളം വരുന്ന ആളുകളുടെ ഫോട്ടോകൾ കണ്ടെടുക്കാൻ സാധിക്കുകയാണ്. അതിൽ പലതും പൂർണ്ണമായും നഗ്നമായ നിലയിലുള്ള ഫോട്ടോകളായിരുന്നു. മാത്രമല്ല റോബിൻ സാംസോ എന്ന പെൺകുട്ടിയുടെ ഒരു ഇയറിങ്സ് കൂടെ അവിടെ നിന്നും കണ്ടെത്താൻ വേണ്ടി പോലീസുകാർക്ക് സാധിക്കുകയാണ്. അത് തൻ്റെ മകളുടേത് തന്നെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് റോബിൻ്റെ മാതാപിതാക്കൾ കൃത്യമായ നിലയിൽ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ്. ഇതിനെല്ലാം അടിസ്ഥാനത്തിൽ റോബിൻ സാംസോ കൊലപാതക കേസിൽ പ്രതിയാവുകയും അയാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണ്. മാത്രമല്ല ഇതോടുകൂടെ സംഭവിച്ച മറ്റ് ചില കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രതിയായി ജയിലിലൊക്കെ അകപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡ്നിയുടെ ഫിംഗർ പ്രിൻറ്റും അയാളുടെ DNA അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയും പോലീസുകാർ കൃത്യമായ നിലയിൽ തന്നെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. FBI ഈ കാര്യങ്ങളൊക്കെ തന്നെയും മുൻപേ നടന്നിട്ടുള്ള പല മർഡറുകളുമായിട്ട് ചേർത്ത് വെച്ച് നോക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള കേസുകൾ ഇയാൾ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടെ നടത്തുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ 39 വർഷങ്ങൾക്ക് ശേഷം കൊർണേലിയയുടെ കേസും അതുപോലെ 33 വർഷങ്ങൾക്ക് ശേഷം എലൻ ഹോവറിൻ്റെയും കേസ് ഒരുപോലെ തന്നെ തെളിയുകയാണ്. ഈ 2 കൊലപാതകങ്ങളും ചെയ്തിട്ടുള്ളത് റോഡ്നി തന്നെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇതിൽ കൊർണേലിയയുടെ കേസ് കൃത്യമായി പോലീസുകാർ തെളിയിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ ശരീരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്ന കടിച്ച പാടുകളുടെ അടയാളങ്ങൾ റോഡ്നി ആൽക്കലയുടെ പല്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, കൃത്യമായ നിലയിലുള്ള സാമ്യതകളുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതുപോലെ തന്നെ എലൻ ഹോവറിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ എല്ലുകളുടെ താഴ്ഭാഗത്തു നിന്നായിട്ട് മൃതദേഹാവശിഷ്ടങ്ങളുടെ താഴ്ഭാഗത്തു നിന്നായിട്ട് ഒരു എൻവലപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ഫിംഗർ പ്രിൻ്റ് കൂടെ പോലീസുകാർക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും കൃത്യമായ നിലയിൽ തന്നെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ റോഡ്നിയുമായിട്ട് അത് കൃത്യമായി മാച്ചായിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ 2 കൊലപാതകങ്ങളും ചെയ്തിട്ടുള്ളത് അയാളാണ് എന്ന കാര്യത്തിലേക്ക് പോലീസുകാർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. മാത്രവുമല്ല കൃത്യമായ അയാളുടെ DNA വെച്ച് നടത്തിയിട്ടുള്ള പരിശോധനകളിൽ മുമ്പേ മരണപ്പെട്ടു പോയിട്ടുള്ള 2 സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നും ലഭ്യമായിട്ടുള്ള സെമനും മറ്റുമൊക്കെ വെച്ച് നടത്തിയിട്ടുള്ള പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ആ 2 കൊലപാതകങ്ങൾ കൂടെ ചെയ്തിട്ടുള്ളത് റോഡ്നി ആൽക്കലയാണ് എന്ന കാര്യത്തിലേക്ക് കൂടെ പോലീസുകാർ ഏറ്റവും ഒടുവിൽ എത്തിച്ചേരുകയാണ്. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്തേക്ക് സംഭവിച്ച ചില കാര്യങ്ങളുണ്ട്. മുമ്പേ പറഞ്ഞല്ലോ അയാളുടെ രഹസ്യ സ്റ്റോറേജിൽ നിന്ന് 1000-ഓളം ആളുകളുടെ നഗ്നമായിട്ടുള്ള ഫോട്ടോകൾ ലഭിച്ചു എന്നൊരു കാര്യത്തെക്കുറിച്ച്. അതിൽ നിന്ന് ഏറെക്കുറെ 130-ലധികം വരുന്ന ഫോട്ടോഗ്രാഫുകൾ പോലീസുകാർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാധ്യമങ്ങളുടെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ ചില ആളുകളൊക്കെ തന്നെയും ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. ചില ഫാമിലീസൊക്കെ തന്നെയും വരുന്നത് ഇത് കാണാതായ ഞങ്ങളുടെ ഇന്ന ആളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. മാത്രമല്ല ആകെ കുറച്ച് മാത്രമേ ഇത്തരത്തിൽ പോലീസുകാർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒരുപാടധികം ഫോട്ടോകൾ റിലീസ് ചെയ്യാതെ പോലീസുകാർ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പലരും വിശദീകരിക്കുന്നത് 1970-കളിലായി 130-ലധികം വരുന്ന കൊലപാതകങ്ങൾ റോഡ്നി ആൽക്കല എന്ന രാക്ഷസൻ ചെയ്തിട്ടുണ്ട് എന്ന നിലയിലാണ്. എന്തൊക്കെ തന്നെയായാലും കൃത്യമായ നിലയിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ഇയാളെ ശിക്ഷിക്കാൻ സാധിച്ചത് 5 ആളുകളുടെ കാര്യത്തിലായിരുന്നു. അത് 1977-നും 79-നും ഇടയിൽ മാത്രം അയാൾ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മരണശിക്ഷ തന്നെയാണ് കോടതി അയാൾക്ക് വിധിച്ചിരുന്നത്. എങ്കിൽ കൂടെയും തൻ്റെ 77-ാമത്തെ വയസ്സിൽ 2021-ൽ പ്രായാധിക്യം കാരണം അയാൾ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസോട് വൈൻഡപ്പ് ചെയ്യാണ്. വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദ ഡേറ്റിംഗ് ഗെയിം എന്ന് പറയുന്ന ടെലിവിഷൻ ഷോയിൽ ഒരു വിന്നറായി മാറിയിട്ടുണ്ടായിരുന്ന ഒരുപാടധികം ആളുകളുടെ ജീവനെടുത്ത അമേരിക്ക കണ്ട ഏറ്റവും വലിയ സീരിയൽ കില്ലർമാരിൽ ഒരാളായിട്ടുള്ള റോഡ്നി ആൽക്കലയുടെ കഥയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ സംസാരിച്ചത്. ഈ റോഡ്നിയുടെ യഥാർത്ഥത്തിലുണ്ടായിരുന്ന ഡേറ്റിംഗ് ഗെയിം എന്ന് പറയുന്ന ആ ഒരു ഷോയിൽ, ടെലിവിഷൻ ഷോയുടെ വീഡിയോകളും മറ്റുമൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. വളരെയധികം പ്ലസൻ്റ് ആയിട്ടാണ് അതിൽ കാര്യങ്ങളൊക്കെ തന്നെയും അയാൾ അവതരിപ്പിക്കുന്നത്, അയാൾ സംസാരിക്കുന്നത്. എന്തൊക്കെ തന്നെ ആയാലും അയാൾക്ക് ഇത്തരത്തിലൊരു മുഖം ഉണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് പിന്നീടാണ് ലോകം തിരിച്ചറിയുന്നത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.